ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഡേ 3 ആണ് ഹനോയിൽ. അപ്പോൾ 7:30 നമ്മുടെ വണ്ടി വന്നു. നമ്മൾ ഇച്ചിരി ലേറ്റായി പോയിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം ഓടി റെഡിയായി കയറി. നമ്മൾ ഇന്ന് നിൻബിൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് പോകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഗൈഡ് അലക്സ്. അതാളുടെ ഇംഗ്ലീഷ് നെയിമാണ്. വിയറ്റ്നാമീസ് നെയിം സംതിങ് YO എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇത് യൂഷ്വലി പാക്കേജുകളിലൊന്നും അവർക്കൊരു ഫുഡിന് സ്റ്റോപ്പില്ല, പക്ഷേ ടോയ്ലറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു 5 മിനിറ്റ്സ് നിർത്തും. അപ്പോൾ നമ്മൾ ഇതൊക്കെ മുന്നേ സർക്കിൾ കെയിൽ നിന്ന് മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കൂടി നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബായ്ഡിൻ പഗോഡയാണ്. നമ്മൾ ക്ലൂക്കിലാണ് ഇതും ബുക്ക് ചെയ്തത്. പെർ പേഴ്സൺ ഒരു 3500 ഒക്കെ വരും. 3 പ്ലേസസാണ് ഇവർ കവർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പ് ബായ്ഡിൻ പഗോഡ അല്ലെങ്കിൽ നമുക്ക് ഹോലു ചൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇതാ ഇച്ചിരി ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബായ്ഡിൻ പഗോഡ എടുത്തു. നമ്മളവിടെ എത്തി. പിന്നെ ബഗ്ഗിയാണ് നമ്മൾ ഉള്ളിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അലക്സ് നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു എന്താണ് ടെമ്പിളും പഗോഡയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ആൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത് ടെമ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ യൂഷ്വലി രാജാക്കന്മാർ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് സഹായം ചെയ്താൽ മരിച്ചു പോയിട്ട് അവരെയൊക്കെ ഇവർ വർഷിപ്പ് ചെയ്യും. പക്ഷെ പഗോഡ എന്ന് പറയുമ്പോൾ അവിടെ ബുദ്ധനെയായിരിക്കും വർഷിപ്പ് ചെയ്യാം. ബുദ്ധിസ്റ്റിൻ്റെ ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ്, അങ്ങനെയാണ് ഇവർ പഗോഡനെ കാണുന്നത്. പിന്നെ ഈ ബായ്ഡിൻ പഗോഡ എന്ന് പറയുന്നത് ഏഷ്യയിലെ വലിയൊരു ബുദ്ധിസ്റ്റ് കോംപ്ലക്സ് ആണ്. അവിടെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ബുദ്ധിയുണ്ട്. അങ്ങനെ ആളിങ്ങനെ ഭയങ്കര രസമായിട്ട് കുറേ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതുപോലെ ഉണ്ടായിരുന്നു. കുറേ ഇങ്ങനെ പാക്കേജിൽ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു ഗൈഡ് ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഈ സ്റ്റാച്യൂസിൻ്റെയൊക്കെ ബ്ലാക്ക് കളർ എന്ന് പറയുന്ന ആൾ പറയുന്നത് ഈ വരുന്ന ആൾക്കാരൊക്കെ തൊട്ടിട്ട് അങ്ങനെ കളറായത് അത്ര. പിന്നെ 2000 സംതിങ് ബുദ്ധ സ്റ്റാച്യൂസ് ഉണ്ട് ഇവിടെ. ഈ ബാക്കിൽ കാണുന്നത് ഓരോ ആൾക്കാരും വന്നിട്ട് അവർക്ക് അവരുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബ പേര് എഴുതിയിട്ട് നമ്മുടെ പേര് അവിടെ ഒരു ബുദ്ധനെ വെക്കും അത്രേ. അതിന് കുറച്ചെണ്ണം കൂടി ബാക്കിയുണ്ട്. അങ്ങനെ ആൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആളൊരു 3 സ്ഥലത്ത് ഇതുപോലെ നമ്മളെ കൊണ്ടുപോയി. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത സ്പോട്ടിലോട്ട് ആൾ നമ്മളെ കൊണ്ടുപോവാണ്. ഇത്രയും ആ കാണുന്ന സ്റ്റെപ്പ് എല്ലാം കയറിയിട്ട് വേണം അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. ആ സ്റ്റെപ്പ് കയറിപ്പിക്കും. ഞാൻ ടയേർഡായതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയില്ല. ഞാനവിടെ റെസ്റ്റ് എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പോയി വന്നു. ഈ അലക്സ് എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു ബാക്കി എല്ലാവരും വരാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നേരം കൂടിയൊക്കെ നടന്ന് താഴെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അലക്സ് നമ്മളോട് പറയുവാണ് അപ്പുറം ഇപ്പുറമൊന്നും നോക്കണ്ട, കണ്ണടച്ച് നേരെ നടന്നാൽ മതി, ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഇവിടെ നിന്നൊന്നും മേടിക്കരുത് അങ്ങനെ. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ പാരൻസ് നമ്മളെ കൊണ്ടുപോകണ പോലെയാണ്, ആൾ മുന്നേ നടന്നിട്ട് നോക്കണ്ട, ചുറ്റും നോക്കണ്ട എന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ലഞ്ചായിരുന്നു. ലഞ്ചും ഇതിൽ ഇൻക്ലൂഡഡ് ആട്ടോ പാക്കേജിൽ. അത്യാവശ്യം ഒരു ഡീസൻറ്റ് ലഞ്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പിലെത്തി. ഇതാണ് ട്രാങ്ങാൻ എന്ന് പറയുന്ന സ്ഥലം. ഇത് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ട്രാങ്ങാൻ അല്ലെങ്കിൽ ടാം കോക്ക് നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ റിവ്യൂസ് വായിച്ച് നോക്കിയപ്പോൾ ടാം കോക്കിനേക്കാളും ട്രാങ്ങാനാണ് നല്ലതെന്നുള്ള രീതിയിൽ വന്നത്. കാരണം ട്രാങ്ങാൻ നല്ലൊരു വലിയൊരു ഏജൻസിയാണ് കൊണ്ട് നടക്കുന്നത്. മറ്റേത് കുറച്ച് ആൾക്കാർ കൂടി നടത്തുന്നത്. അപ്പോൾ അതിനേക്കാളൊരു ഓർഗനൈസ്ഡ് ആയിരിക്കും ഇതെന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഗൈഡുമാർക്ക് എല്ലാവരുടെ കയ്യിൽ ഒരു ഫ്ലാഗ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഫ്ലാഗിനും ഓരോ കളേഴ്സ് അടിക്കാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അവരെ കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാവരും ഒരു കളർ എടുത്തു. അപ്പോൾ അലക്സിൻ്റെ കയ്യിലൊരു സോഫ്റ്റ് ടോയ് ആയിരുന്നു. അപ്പോൾ ആൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ അത് എനിക്ക് തന്നതാണ്. അങ്ങനെ നമ്മൾ 3 പേരാണ് ഒരെണ്ണത്തിൽ കയറിയത്. മോസ്റ്റ്ലി ഇവിടെ ലേഡീസാണ് ഇത് തുഴയാൻ വന്നേക്കുന്നത്. പിന്നെ ടാം കോക്കും ട്രാങ്ങാനിലും എല്ലാവരും പറഞ്ഞൊരു വ്യത്യാസം ഇവിടെ കൈകൊണ്ടും അവിടെ കാലുകൊണ്ടാണ് തുഴയാന്നുള്ള രീതിയിലാണ്. പക്ഷേ ഏറെക്കുറെ വ്യൂ ഒക്കെ നമുക്ക് സിമിലർ ആയിരിക്കും. ഇതൊരു 2 മണിക്കൂറിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ ആദ്യം കയറി ഇൻട്രസ്റ്റൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേ പോയി തുടങ്ങിയത്. നമുക്ക് ഇത്രയും മണിക്കൂർ വേണമായിരുന്നു എന്നുള്ളൊരു സംശയം വന്നു. ഒരുപാട് കേവ്സിൻ്റെ ഉള്ളിൽ കൂടെ പോകും. അപ്പോൾ കേവിൽ കയറിനേക്കാളും മുന്നേ തന്നെ അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും ഈ കേവിൻ്റെ പേര് തന്നെ, എത്ര ദൂരമുണ്ട് ഉള്ളിലോട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളിൽ കൂടെ പോകുമ്പോൾ എത്രയാണ് കാണാനായിട്ട്. അങ്ങനെ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. പിന്നെ രസമായിരുന്നു.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ 2 കോരെടുത്തിട്ട് അർച്ചനയ്ക്കും ജ്യോതിസിനും തുഴയാൻ കൊടുത്തു. നല്ല കോമഡി ആയിരുന്നു. ആൾ പറയുന്നത് നമുക്കും നമ്മൾ പറയുന്നത് ആൾക്കും മനസ്സിലാവുന്നില്ല. പിന്നെ ആൾ ആക്ഷൻ കാണിച്ച് നമുക്ക് മനസ്സിലായി തുഴയാനാണ്. പിന്നെ ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്തിട്ടൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ റേഡിയോ ഇവിടെ നിർത്തിയില്ല. നമ്മളപ്പോഴേക്കും അടുത്ത കേവിലോട്ട് പോയി. പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ അവരെ സഹായിക്കാമെന്ന് വെച്ചിട്ട് ഞാനും മാറി മാറി തുഴഞ്ഞു നോക്കി. അതുകൊണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായോ എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഹലോ ആയിട്ടോ. അപ്പോൾ നമ്മൾക്ക് അറിയണമെന്നുണ്ട് നമ്മൾ തുഴയണോണ്ട് ഇത് നീങ്ങുന്നുണ്ടോ അതോ ആളുടെ മാത്രമാണെന്ന്. അപ്പോൾ നമ്മൾ ആളോട് കുറച്ചുകൂടെ പറഞ്ഞു നിർത്ത് നമ്മൾ ചെയ്ത് നോക്കട്ടെ എന്ന്. പക്ഷെ ആൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ യു സ്റ്റോപ്പ് വി വിൽ ഡു എന്നൊക്കെ പറഞ്ഞ് കുറേ ആക്ഷനൊക്കെ കാണിച്ച് ആളെ കൊണ്ട് നിർത്തിച്ചു. അപ്പോൾ ആൾ ചിരിച്ചിട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ നീങ്ങി. അപ്പോൾ നമുക്കങ്ങോട്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ നമുക്കൊരു ഹലോ ആയിരുന്നു അടുത്ത ആളെ വെട്ടിക്കാം. ഇത് ആളെന്തോ നമുക്ക് പറഞ്ഞു തന്നായിരുന്നേ. എന്തോ നമുക്ക് മനസ്സിലായില്ല. വില്ലേജ് എന്നുള്ളൊരു വേർഡ് മാത്രമാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ അത് തെറ്റാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ തിരിച്ചെത്താറാവാറായിരുന്നു. 2 മണിക്കൂർ ഏകദേശം ആയി. ഒരു 5 മണിയൊക്കെ ആവാറായി. ഇതാണ് ഇവരുടെ ഒരു ക്ലോസിങ് ടൈം. അപ്പോഴേക്കും മഴയും പെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഇവർ എല്ലാവരും ഇങ്ങനെ ഇത് ബോട്ട് പാർക്ക് ചെയ്യുക. ഈ എല്ലാ ബോട്ട്സിനും നമ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് ഇത്. പിന്നെ നമ്മളിത് ഇറങ്ങുമ്പോൾ തന്നെ ടിപ്പ് കൊടുക്കണം. അത് നമ്മളോട് ഗൈഡ് കയറിനേക്കാളും മുന്നേ പറഞ്ഞായിരുന്നു. ഇവിടെ ഒരു ടിപ്പിംഗ് കൾച്ചർ ഉണ്ട്. പെർ പേഴ്സൺ 50,000 VND അവർ എക്സ്പെക്റ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പ്. മുവാ കേവ് എന്ന് പറയും. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും മഴയായിരുന്നു. ഇതൊരു 500 സ്റ്റെപ്സ് ഹൈക്ക് ചെയ്തിട്ട് വേണം മേലെ പോകാനായിട്ട്. ഭയങ്കര കാറ്റും ചെറിയ മഴയാണ്, പക്ഷെ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈഡ് പറഞ്ഞു സ്റ്റെപ്സൊക്കെ സ്ലിപ്പറി ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാൻ. ഗൈഡ് വരത്തില്ല. അപ്പോൾ കുറച്ച് പേരെ പോയുള്ളൂ. നമ്മൾ താഴെ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നടന്നു. ശരിക്കും അവിടെ മേലെ പോയിരുന്നെങ്കിൽ നല്ലൊരു വ്യൂ ഉണ്ടായേനെ. ഇപ്പം ഇല്ല, കാരണം മഴ ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്കൊരു സൺസെറ്റും നല്ല വ്യൂ അവിടെ കിട്ടിയേനെ കാണാനായിട്ട്. പിന്നെ ഇത് നമുക്കൊരു അഡിക്ഷനാണ്, ഈ ഉപ്പും മുളക് ഇട്ടേക്കുന്ന മാങ്ങ മേടിച്ച് കഴിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ റൂമിലെത്തി. 2 മണിക്കൂറാണ് മിൻബിന്നിൽ നിന്ന് ഹനോയിലോട്ടുള്ള ടൈം. അങ്ങനെ നമ്മൾ റൂമിലെത്തി, ഉടുപ്പൊക്കെ മാറി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ചുമ്മാ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഇത് നമ്മുടെ ലാസ്റ്റ് നൈറ്റാണ് ഹനോയിൽ. നമുക്ക് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട് ഡനാങ്ങിലോട്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി പുലർച്ചെ ഇറങ്ങും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നടന്ന് കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റൊട്ടിയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസിൽ കണ്ടായിരുന്നു. അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനുള്ളിൽ ചോക്ലേറ്റ് ഫില്ലിങ് വരുന്നതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ബിയർ സ്ട്രീറ്റിലൂടെ ഒന്ന് നടന്നു പോയി. ഭയങ്കര കുട്ടി സ്ട്രീറ്റാണ്, ഭയങ്കര ക്രൗഡായിരുന്നു. നമ്മൾ കയറിയൊന്നുമില്ല, നമ്മൾ ചുമ്മാ കണ്ടിട്ട് അപ്പോഴേക്കും നമുക്ക് വിശന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഫോ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു കുഞ്ഞ് ഷോപ്പിൽ ഭയങ്കര കുഞ്ഞ് സ്റ്റൂളാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടായിരുന്നു. ഈ സ്റ്റൂളിൻ്റെ ഹൈറ്റ് എത്രയും കുറയുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും ഫുഡ് എന്നുള്ളത്. അപ്പോൾ ഭയങ്കര ഒരു കുട്ടി സ്റ്റൂളാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ഞാൻ അവിടെ മേലെ കൊടുക്കാവേ സ്ക്രീൻഷോട്ട്. ഈ ഫസ്റ്റ് വൺ ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വൺ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ കഴിക്കാനൊന്നും അറിഞ്ഞില്ല. നമ്മൾ അവരോട് ചോദിച്ച് അവർ പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെ ഇത് മിക്സ് ചെയ്യണം, ഇങ്ങനെ വേണം കഴിക്കാൻ. നമ്മൾ അവരോട് ഞാൻ സജഷനും ചോദിച്ചത് ഏതാ ഓർഡർ ചെയ്യുക, ഏതാണ് ഏറ്റവും നല്ലത് ഇവിടുത്തേന്ന്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു പൂച്ചയാണ്. ആ പൂച്ചയ്ക്ക് ഒരു പേടിയില്ല. അത് ആൻഡ്രിയുടെ ബാഗുമ്പോൾ കയറി കിടന്ന് സുഖമായിട്ട് വിശ്രമിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. നമ്മൾ ആ 2 ഇഷ്ടമായ രസത്തിന് വീണ്ടും മൂന്നാമത് തേർഡ് ബെസ്റ്റ് ഏതാണെന്ന് ആളോട് ചോദിച്ചു. അപ്പോൾ ആൾ ഇത് സജസ്റ്റ് ചെയ്തു. അതാണ് നമ്മുടെ ലീസ്റ്റ് ഫേവറേറ്റ്. ബാക്കി രണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടി നേരം അവിടെയൊക്കെ നടന്ന് റൂമിൽ പോയി പാക്ക് ചെയ്തു.